ഹിന്ദു ഫിലോസഫിയില്, അതായത് ഹിന്ദു മതത്തില് അസുരൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമുക്കൊക്കെ പെട്ടെന്ന് ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ലേ ഓർമ്മ വരുന്നത്. ഒരു അസുരൻ എന്ന് പറഞ്ഞ ഒരു ദൈവത്തിന്റെ ഒരു എനിമി. പക്ഷെ നിങ്ങൾക്കറിയോ, അസുരൻ എന്ന് പറഞ്ഞ ഒരു വേർഡിന്റെ അർത്ഥം പവർഫുൾ എന്നാണ്. ഋഗ്വേദത്തില് 2 അസുരന്മാര്, മിത്രവരുൺ, ഇപ്പൊ അവര് ദൈവന്മാരായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു അസുരൻ എങ്ങനെയാ ദൈവനായി മാറിയ അല്ലെ? ഇതിന്റെ റീസൺ, കാലം മാറുന്നതിനനുസരിച്ച് അസുരൻ എന്ന് പറഞ്ഞൊരു വേർഡിന്റെ അർത്ഥം മാറി, നെഗറ്റീവ് പവർ ആയിപ്പോയി. ഒരു കാലത്ത് പവർഫുൾ, ശക്തിശാലി എന്നുള്ളൊരു അർത്ഥമുള്ള വേർഡ് ഇപ്പം ഭയങ്കര ഒരു നെഗറ്റീവ് വാല്യൂ ആണ് തരുന്നത് അല്ലെ? ശരിക്കും എല്ലാ അസുരന്മാരും നെഗറ്റീവ് ആണോ? അതായത് എല്ലാ അസുരന്മാരും ചീത്ത സ്വഭാവമുള്ള ആൾക്കാരാണോ? ഫോർ എക്സാമ്പിൾ, എല്ലാവർക്കും അറിയുന്ന മഹാബലി, നമ്മളെല്ലാവരും കാത്തിരിക്കും ഓണത്തിന് അല്ലെ? മഹാബലി ഒരു അസുരനായിട്ടും ഭയങ്കര ഹംബിൾ ആയിരുന്നു അല്ലെ? പിന്നെ പ്രഹ്ലാദ്, ഹിരണ്യകശിപന്റെ മോൻ, ഒരു വിഷ്ണു ഭക്തനായിരുന്നു. ശരിക്ക് ഒരു അസുരൻ ഇപ്പം പറയുമ്പം ഒരു നെഗറ്റീവ് ക്യാരക്ടർ എങ്ങനെയായി മാറുന്നത്? ശരിക്കും അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ഒരു സമയത്ത് പവറിലിരിക്കുന്ന ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അവരെ നെഗറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യും. ഒരു പവർഫുൾ ആളെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആള് നെഗറ്റീവായി മാറും അല്ലെ? ശരിക്കും ഈ അസുരന്മാര് ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് തപസ്യ ചെയ്തിട്ടാണ് വരം ആയിട്ട് ഈ ശക്തിയും പവറൊക്കെ നേടുന്നത് അല്ലെ? ഇത്രയും ചീത്ത ആൾക്കാർ, ഇത്രയും നെഗറ്റീവ് ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഇത്രയും തപസ്യ ചെയ്യാനുള്ള ഡെഡിക്കേഷനും ഡിസിപ്ലിനും ഓണസ്റ്റി ഉണ്ടാവില്ല. സെക്കൻഡ്ലി, ഇത്രയും നെഗറ്റീവ് ആൾക്കാരാണെങ്കിൽ ദൈവന്മാര് ഇവർക്ക് പവറായിട്ട് വരം കൊടുക്കുവോ? ഇല്ലല്ലോ. അതിന്റെ അർത്ഥം അവർ ആത്മാർത്ഥതയോടാണ് പ്രാർത്ഥിക്കുന്നത്. അവർ ചെയ്യുന്നതൊക്കെ ആ പവറിന് വേണ്ടിയാ ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം വരുന്നത് എപ്പോഴാ? ഈ പവർ മിസ്യൂസ് ചെയ്യുമ്പോ അല്ലെ? ശരിക്കും ഒരു അസുരൻ എപ്പോഴും ഓപ്പോസിറ്റ് ഓഫ് ദൈവമാണോ? ഒരിക്കലും അല്ല. ശരിക്കും ഹിന്ദു മതത്തില്, ഹിന്ദു ഫിലോസഫിയില് ഒരിക്കലും ഒരു ഗുഡ് ആൻഡ് ബാഡ് അല്ലെങ്കിൽ ഗുഡ് വേഴ്സസ് ബാഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ഇപ്പം ഈ ഹിന്ദുയിസത്തിനെ പറ്റി ഒരുപാട് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഇവിടെ ധർമ്മവും അധർമ്മവും അങ്ങനെ 2 കാര്യങ്ങളേ ഉള്ളൂ. ധർമ്മത്തിന്റെ കുറെ ലെവലുണ്ട്, അങ്ങനെ തന്നെ അധർമ്മത്തിന്റെയും കുറെ ലെവലുണ്ട്. അപ്പം ഒരു ഗുഡ് ഓർ ബാഡ്, നല്ലത് ചീത്ത എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. അതുമാത്രല്ല, അസുരന്മാര് ശരിക്കും ഭയങ്കര ബ്രില്യന്റ് ഇന്റലിജന്റ് റീസർച്ചേഴ്സ് ഒക്കെ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, ശുക്രാചാര്യ, അവര് അസുരന്മാരുടെ ഗുരുവായിരുന്നു. പക്ഷെ അവർക്ക് സഞ്ജീവനി വിദ്യ, അതായത് മരിച്ചുപോയ ആൾക്കാരെ ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള അത്രയും നോളജ് ആയിരുന്നു. അപ്പം ശരിക്ക് അവര് അസുരന്മാരുടെ ഒരു ലീഡർ, അസുരന്മാരുടെ ഗുരു ഒക്കെ ആണെങ്കിൽ അത്രയും നെഗറ്റീവ് ആയിരിക്കട്ടെ, പക്ഷെ ഭയങ്കര നോളജ് ആയിരുന്നു. അസുരന്മാർ ഇത്രയും നല്ല ആൾക്കാരായിരുന്നെങ്കിൽ പിന്നെ എവിടെയല്ലേ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നത്? ആൾക്കാരെ നേർവഴിയിൽ നടത്താൻ വേണ്ടി ഒരു കോൺസെപ്റ്റ് വേണം, ഒരു ലോജിക് വേണം. എന്തെങ്കിലും നമ്മള് പേടിപ്പിച്ചാൽ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ വേദങ്ങളിലും ഈ പുരാണങ്ങളിലൊക്കെ അസുരന്മാരും ദൈവങ്ങളും ഇവര് തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നത്. അതുമാത്രല്ല, ഒരു യുദ്ധം ഉണ്ടാവുമ്പം തോക്കുന്ന ആൾക്കാര് ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും പറയും. ശരിക്കും അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലുള്ളൊരു നെഗറ്റീവ് തോട്ട്സ് ആണ്, നെഗറ്റീവ് ഫീലിങ്സ്. ഇപ്പം ശരിക്കും ഒരു ഫിസിക്കൽ ക്യാരക്ടർ അല്ല. നമ്മുടെ എല്ലാവരും പവർഫുൾ ആണ്, എല്ലാവരുടെ അടുത്ത് ഒരുപോലത്തെ പവർ ആണുള്ളത്. നമ്മൾ ആ പവർ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മളൊരു അസുരനാണോ ഒരു ദൈവമാണോ എന്നുള്ളൊരു കാറ്റഗറിയിൽ ഇടുന്നത്. അപ്പം നമ്മൾ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ്, നല്ല ആൾക്കാരെ പറ്റി ഒരുപാട് സംസാരിക്കും, ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ പറ്റി നമ്മൾ അത്രയും ഒന്നും സംസാരിക്കില്ല. ആ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ആ റീസൺ ആണ് മനസ്സിലാക്കേണ്ടത് അല്ലെ? ഇപ്പൊ നെക്സ്റ്റ് ടൈം എപ്പോഴും നിങ്ങളൊരു അസുരൻ എന്നൊരു വേർഡ് കേൾക്കുമ്പോൾ ശരിക്കും ഒരു അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു ചീത്തയാണ് നല്ല അർത്ഥം. അയാൾ ഭയങ്കര പവർഫുൾ ആണ്, പക്ഷെ ആ പവർ യൂസ് ചെയ്യുന്ന രീതി തെറ്റാണ്. ഇത് എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. എപ്പോഴും നമ്മളൊരു അസുരൻ എന്ന് പറയുമ്പം കുറെ കൊമ്പും ഒരു ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന ഒരു ഫേസ് ഒക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ ഒരുപാട് വിഷ്വലി മാറ്റി എടുക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.